പ്രൈസ് ദി ലോർഡ്. ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനങ്ങളെ അറിയിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. കേൾക്കാൻ പോകുന്ന ദൈവവചനം നിങ്ങളുടെ ആത്മീക ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹത്തിനും വിടുതലിനും കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, യേശു കർത്താവിൻ്റെ വരവിനെ നോക്കി പാർക്കുന്ന നമ്മുടെ ജീവിതത്തിൽ നാം ജയിച്ചു കയറേണ്ട, ക്രിസ്തീയ ജീവിതത്തിൽ ജയിച്ചു കയറേണ്ട പല മേഖലകളുണ്ട്. തിരുവചനം പറയും നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. എന്നാൽ പലവിധമാകുന്ന പോരാട്ടങ്ങളെ ജയിക്കണം എന്ന് വചനം പറയുമ്പോഴും ജയം, ഒടുവിലത്തെ ജയം ഒരു ദൈവ പൈതലിന് തന്നെയാണ്. അതാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ അർത്ഥം ജയം, അന്തിമ ജയം ഒരു ദൈവ പൈതലിനാണ് ദൈവം പ്രോമിസ് ചെയ്യുന്നത്, വചനം പ്രോമിസ് ചെയ്യുന്നത്. ഈ ലോക ജീവിതത്തിൽ നാം പോരാടി ജയിക്കേണ്ട ഒരു മേഖലയാണ് ജഡം, ഫ്ലഷ് എന്ന് പറയുന്നത്. ലോകം, ജഡം, പിശാച്, ഇത് മൂന്നും ഒരു ദൈവ പൈതലിനോട് എപ്പോഴും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ ഇതിനെ ജയിച്ചു കയറാൻ ഒരു ദൈവ പൈതലിന് ദൈവവചനത്തിലൂടെ സാധ്യമാണ്. ഏകമനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും മനുഷ്യ കുലത്തിൽ കടന്നുവെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു, നാം വായിക്കുന്നു. ആദാം എന്ന ആദ്യത്തെ മനുഷ്യൻ ചെയ്ത പാപത്തിൻ്റെ പരിണത ഫലമായി പാപം മനുഷ്യകുലത്തിൽ കടന്നു. പാപത്തിൻ്റെ ചിന്തകൾ, ജഡിക ചിന്തകൾ മനുഷ്യവർഗത്തിൽ കടന്നു. എന്നാൽ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ പാപവിമോചനം ലഭിക്കുകയാണ്. നമ്മുടെ ശരീരത്തിന് ഒരു രൂപാന്തരം ഉണ്ടായിട്ടില്ല, ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായിട്ടില്ല. യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ മടങ്ങിവരവിൽ ഈ മർത്യമായ ശരീരം, ഈ മോർട്ടൽ ബോഡി, ഇമോർട്ടലായതിനെ ധരിക്കും, അമർത്യമായതിനെ ധരിക്കും. ഈ താഴ്ചയുള്ളത് മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുമെന്ന് ദൈവജനം പറയുന്നു. എന്നാൽ ആ കാലം അത്രയും നമ്മുടെ ശരീരത്തിൽ നാം വസിക്കുമ്പോൾ നാം ജയിച്ചു കയറേണ്ട ഒരു മേഖലയാണ് ഫ്ലഷ് എന്ന് പറയുന്നത്, ജഡം എന്ന് പറയുന്നത്. എപ്പോഴും പാപത്തിൻ്റെ സ്വാധീനത നമ്മുടെ ശരീരത്തിൽ നമ്മെ പോരാടാൻ സാധ്യതയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പാപം ആരംഭിക്കുന്നത് പാപത്തിൻ്റെ ചിന്തയിലൂടെയാണ്. ജഡത്തിൻ്റെ ചിന്ത എന്നാണ് ബൈബിൾ അതിന് കൊടുക്കുന്ന പദം, ജഡചിന്ത. എല്ലാ പാപത്തിൻ്റെ ആരംഭം ഒരു ജഡചിന്തയിൽ നിന്നാണ്, ഫ്ലഷ്ലി തോട്ടിൽ നിന്നാണ്. റോമർ 13:14 ഇങ്ങനെ പറയുന്നത്, കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവിൻ. അടുത്ത പദം, മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായിട്ട് ചിന്തിക്കരുത്. ചിന്തയിലാണ് മോഹം ഉണ്ടാകുന്നത്. മോഹത്തിൻ്റെ ചിന്ത, ജഡത്തിൻ്റെ ചിന്ത വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പറയും, ജഡത്തിനായിട്ട് നിങ്ങൾ ചിന്തിക്കരുത്. ജഡത്തിനായിട്ട് നിങ്ങൾ ചിന്തിച്ചാൽ മോഹങ്ങൾ ജനിക്കും. ആമേൻ. മോഹം ജനിച്ചാൽ എന്തു പറ്റും? ലസ്റ്റ് ഉണ്ടായാൽ എന്തു പറ്റും? യാക്കോബിൻ്റെ ലേഖനം 1 വായിക്കുന്നു, മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പേറുന്നു. അപ്പം മോഹം പാപത്തിലേക്ക് നമ്മെ കൊണ്ട് എത്തിക്കുകയാണ്. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. മോഹത്തിൻ്റെ ആരംഭം ഇവിടെ ജഡത്തിൻ്റെ ചിന്തയിലാണ്. ജഡചിന്ത മോഹത്തിലെത്തിക്കുന്നു, മോഹം പാപത്തിൽ അവസാനിപ്പിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, ജഡീക ചിന്തകളെ ജയിക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ ആത്മചിന്ത നമ്മെ ഭരിച്ചാൽ സാധ്യമാണ്. അപ്പോൾ തന്നെ ഈ ജഡമെന്ന പദം തിരുവചനത്തിലൂടെ പല തവണ, പല പ്രാവശ്യം നമുക്ക് വായിക്കാൻ കഴിയും. ഇതിലൊരു പദമാണ് ജഡമോഹം. 1 യോഹന്നാന്റെ ലേഖനം 2 വായിക്കുന്നു, ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം. ഇങ്ങനെ ലോകത്തിലുള്ളത് എല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രയാകുന്നു. ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കും. ലോകം, ജഡം, പിശാച്, ഇത് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ജഡമെന്ന വിഷയത്തെക്കുറിച്ച് ദൈവവചനത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ
ഒരു ദൈവവൈതലിനെ പാപത്തിലേക്ക് കൊണ്ടുപോകുന്ന ജഡചിന്തയുണ്ട്. ആ ജഡചിന്ത മോഹത്തിൽ ചെന്ന് അവസാനിപ്പിക്കുന്നു. മോഹം പാപത്തിൽ കൊണ്ടെത്തിക്കുന്നു. ബൈബിൾ പറയുന്നു, ജഡമോഹമുണ്ട്, കൺമോഹമുണ്ട്, ജീവനത്തിൻ്റെ പ്രതാപമുണ്ട്. ഇത് ദൈവത്തിങ്കൽ നിന്നല്ല വരുന്നത്, ഇത് ലോകത്തിൽ നിന്നുള്ളതാണ്. ഇതെല്ലാം ഒഴിഞ്ഞു പോകുന്നതാണ്. ജഡത്തിൻ്റെ അഭിലാഷങ്ങൾക്ക് വേണ്ടി ജീവിതത്തെ വഴിതിരിച്ചു വിടുമ്പോൾ ഓർത്തോണം, അതിൻ്റെ അവസാനം മരണമാണ്. റോമാലേഖനം 13-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം നമ്മൾ പറഞ്ഞല്ലോ, ജഡത്തിനായിട്ട് ചിന്തിക്കരുത്. ചിന്തകളെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയുന്നുവെങ്കിൽ അവിടെ ജഡത്തെ ജയിക്കാൻ ഒരു വ്യക്തിക്ക് സാധ്യമാണ്. ജഡമോഹം എന്ന പദം 1 പത്രോസ് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ വായിക്കുന്നു, പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നിങ്ങളെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകലണം. അപ്പോൾ ഒരു ഫൈറ്റിംഗ് നടക്കുകയാണ്, ഒരു പോരാട്ടം നടക്കുകയാണ്. 2 കൊമ്പും നീളമുള്ളൊരു ചുമന്ന നാക്കും നീളമുള്ളൊരു വാലും ഉള്ള പിശാചിനെ അല്ല ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നു, നിങ്ങളുടെ ആത്മാവിനോട്, നിങ്ങളുടെ സ്പിരിറ്റിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ട് അകലണം. അതൊരു ഫൈറ്റിംഗ് ആണ്, അതൊരു പോരാട്ടമാണ്. ആമേൻ. ഒരു ദൈവത്തിൻ്റെ സഭയിൽ കാണുന്ന 3 കൂട്ടം ആളുകളുണ്ട്. ഒന്ന് ആത്മീയരാണ്, മറ്റൊന്ന് ജഡീകന്മാർ, 3 പ്രാകൃതന്മാർ. ജഡീകന്മാരുടെ പ്രത്യേകത, അവർക്ക് യേശുവിനെ അറിയാം, പക്ഷെ അറിഞ്ഞിട്ടും പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് ജീവിക്കാതെ ജഡത്തെ അനുസരിച്ച് നടക്കുകയാണ്. 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു, ഭക്ഷണമല്ല പാലത്രേ ഞാൻ നിങ്ങൾക്ക് തന്നത്, ഭക്ഷിപ്പാൻ നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു, എപ്പോഴും കഴിവായിട്ടല്ല, നിങ്ങൾ ജഡീകന്മാരല്ലോ. ദൈവവചനത്തിൻ്റെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു കൊടുത്തതെന്ന് പറയുകയാണ്. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ ജഡീകന്മാരാണ്. നിങ്ങളുടെ ഇടയിൽ ഈർഷ്യവും പിണക്കും ഇരിക്കെ നിങ്ങൾ ജഡീകന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരുമല്ലോ. അപ്പം ജഡമെന്ന കാര്യത്തെക്കുറിച്ച് പറയുന്നു ജഡീകന്മാർ. ഇന്ന് ഈ ദൈവവചനം കേൾക്കുമ്പോൾ ഓർത്തോണം, നമ്മൾ ജഡീകന്മാരായിരിക്കാനല്ല, പ്രാകൃതന്മാരായിരിക്കാനല്ല, ആത്മീകന്മാരായിരിക്കാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മൾ ഈർഷ്യ ഉണ്ടെങ്കിൽ, പിണക്കമുണ്ടെങ്കിൽ, അസൂയുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ജഡീകന്മാരാണ്. ഒരു വ്യത്യാസവുമില്ല. എന്നാൽ ഈ ജഡ സ്വഭാവത്തെ ക്രൂശിക്കണമെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഗലാത്യ ലേഖനം 2:20 പറയുന്നു, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഇതാ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രനിലെ വിശ്വാസത്താലാണ് ജീവിക്കുന്നത്. ഒരുപക്ഷെ ചിന്ത കാണാൻ എങ്ങനെ ഈ ജഡീക ശക്തികളെ ജയിക്കാൻ കഴിയും, മോഹങ്ങളെ ജയിക്കാൻ കഴിയും, ജഡീക ചിന്തകളെ എങ്ങനെ ജയിക്കാൻ കഴിയും? ബൈബിൾ പറയുന്നു, ക്രൂശിക്കപ്പെടുക, ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെടുക. ഞാൻ എൻ്റെ ജഡശരീരത്തിലാണ് ജീവിക്കുന്നത്. കണ്ണുണ്ട്, കാതുണ്ട്, കാലുണ്ട്, ഞാൻ ശ്വസിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഞാൻ ജീവിക്കുന്നത് എനിക്ക് വേണ്ടിയല്ല, എനിക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട യേശുവിനോട് വേണ്ടിയാണ് ജീവിക്കുന്നത്. യേശു ക്രിസ്തുവിൻ്റെ കൈ ക്രൂശിക്കപ്പെട്ടു, കൈ ആണിയടിക്കപ്പെട്ടു, കാൽ ആണിയടിക്കപ്പെട്ടു, അനങ്ങാൻ പറ്റത്തില്ല എന്ന് പറയുന്ന പോലെ യേശുവിനോടുകൂടെ ഞാൻ എൻ്റെ പഴയ ശരീരം ക്രൂശിക്കപ്പെട്ടിരിക്കുകയാണ്. പഴയ ശരീരം യേശു ക്രിസ്തുവിനോട് ചേരുവ സ്നാനമേറ്റപ്പോൾ അതിനെ കുടിച്ചിട്ടു. പിന്നെ പൊങ്ങി വന്നത് പുതിയൊരു മനുഷ്യനാണ്, പുതിയ സൃഷ്ടിയാണ്, ക്രിസ്തുവിനെ ധരിച്ചിരിക്കുകയാണ്. ആമേൻ. എന്നാൽ ഇതിനെ ജയിക്കുവാൻ നമ്മെ സഹായിക്കുന്നതാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എന്ന് പറയുന്നത്. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 16 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ 25 മുതൽ വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, 25-26 വാക്യങ്ങൾ വായിക്കുമ്പോൾ, റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യമുണ്ട്. ജഡത്തിൻ്റെ ശക്തികളെ ജയിക്കുവാൻ ഒരു ദൈവവൈതലിന് സാധ്യമാകുന്നത് പരിശുദ്ധാത്മാവിലൂടെ മാത്രമാണ്. 2 കാര്യങ്ങൾ തമ്മിൽ പരസ്പരം ഫൈറ്റിംഗ് നടക്കുകയാണ്. 1 ജഡം, 2 ആത്മാവ്. ഏതിനെ അനുസരിച്ച് നടക്കും? ജഡത്തെ അനുസരിച്ച് നടക്കുമോ? ജഡത്തെ അനുസരിച്ച് നടന്നാൽ മരണമാണ് റിസൾട്ട്. പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടന്നാൽ ജീവനാണ് ഫൈനൽ റിസൾട്ട്. റോമാലേഖനം 8-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നത്, 8-4 തൊട്ട് ഞാൻ വായിക്കാം. ജഡത്തെയല്ല ആത്മാവിനെ അത്രേ അനുസരിച്ച്
നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിൻ്റെ നീതി നിവൃത്തിയാക്കേണ്ടതിന് തന്നെ. അടുത്ത പദം വളരെ ശ്രദ്ധേയമാണ്. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. നമ്മൾ ജഡസ്വഭാവമാണ് വാഴുന്നതെങ്കിൽ, നടക്കുന്നതെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നത് ജഡത്തിനു വേണ്ടിയുള്ള കാര്യമാണ്. എന്നാൽ നമ്മൾ ആത്മസ്വഭാവമുള്ള വ്യക്തികളാണെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നത് ആത്മാവിനുള്ളതാണ്, പരിശുദ്ധാത്മാവിനുള്ളതാണ്. ജഡത്തിൻ്റെ ചിന്ത അത് മരണത്തിൽ ചെന്നെത്തിക്കുന്നു. 6-ാം വാക്യം, ജഡത്തിൻ്റെ ചിന്ത മരണം, ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. അത് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല. 8-ാം വാക്യം വായിക്കുന്നു, ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. എന്നിട്ട് രക്ഷിക്കപ്പെട്ട ദൈവമക്കളോട് പറയുക, നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ഒരു ദൈവത്തിൻ്റെ പൈതൽ ജഡത്തെ അനുസരിച്ച് നടക്കത്തില്ല. നമ്മുടെ ശരീരത്തിനകത്ത് ലോകമോഹത്തെ ജഡമോഹത്തെ അനുസരിച്ച് നടക്കാനുള്ളൊരു ടെൻഡൻസി വരുമ്പോൾ അതിനെ ഓവർകം ചെയ്യുന്നതാണ് പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുന്ന സ്വഭാവം. ഏത് വേണമെന്ന് തിരഞ്ഞെടുക്കാൻ ദൈവം നമുക്ക് ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഏത് തിരഞ്ഞെടുക്കും? ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നത് തിരഞ്ഞെടുക്കും. ജഡത്തെ അനുസരിച്ച് നടന്നാൽ എൻ്റെ റിസൾട്ട് മരണം. എന്നാൽ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ഒരു വ്യക്തി പാപത്തിലല്ല ചെന്നവസാനിക്കുന്നത്, ആ വ്യക്തി നിത്യജീവങ്കിൽ ചെന്നെത്തുകയാണ്. എന്നിട്ട് അടുത്ത് പറയുന്നത്, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ, ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും. ഒരു ദിവസം ഒരു രൂപാന്തരം വരും, ഒരു ദിവസം പുറത്തു വരും. എന്ന യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവിൽ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ അതേ ആത്മാവും ഞങ്ങളിൽ വസിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉറപ്പിച്ച ആത്മാവ് ഞങ്ങളെ ഉയർപ്പിക്കും, ഞങ്ങളുടെ മർത്യ ശരീരങ്ങളെ ഉയർപ്പിക്കും. 8-ാം അധ്യായത്തിൻ്റെ 12-13 വാക്യങ്ങൾ വായിക്കുന്നു. ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടത് ജഡത്തിനല്ല കടക്കാരായിരിക്കുന്നത്. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. പരിശുദ്ധാത്മാവിലാണ് ജഡീക ശക്തികളെ ജയിക്കുവാൻ ഒരു ദൈവ പൈതലിന് സാധ്യമാകുന്നത്. ഇതിനോടനുബന്ധിച്ച് ഇതിനൊരു സിമിലറായ കാര്യമാണ് ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 16 തൊട്ട് 26 വരെയുള്ള 10 വാക്യങ്ങൾക്കകത്ത് എഴുതിയിരിക്കുന്നത്. അവിടെ ജഡത്തിൻ്റെ പ്രവൃത്തി എന്നൊരു പദം നമുക്ക് കാണാൻ കഴിയും. നമ്മൾ ഒരുപാട് പദങ്ങൾ ഇതിനോടകം ഇത്രയും നിമിഷങ്ങൾ കൊണ്ട് നമ്മൾ മനസ്സിലാക്കി. ജഡീക ചിന്ത, ജഡമോഹം, ജഡത്തിൻ്റെ പ്രവൃത്തി, ജഡ അഭിലാഷം, ഒരുപാട് കാര്യങ്ങളുണ്ട്. ജഡീകൻ, ആ പദങ്ങൾ കുറച്ചുകൂടെ കാണാൻ കഴിയുന്നത് 16-ാം വാക്യം തൊട്ട ഗലാത്യ ലേഖനം 5 ഇങ്ങനെ വായിക്കുന്നത്, ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കില്ല എന്ന് ഞാൻ പറയുന്നു. അടുത്ത ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു, തമ്മിൽ ചേരത്തില്ലത്. അടുത്ത പറയുന്നത്, നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ല. ഒരു പ്രാർത്ഥന നടക്കുമ്പോൾ, ഒരു ആരാധന നടക്കുമ്പോൾ, ഒരു ഉപവാസ പ്രാർത്ഥന നടക്കുമ്പോൾ ആത്മാവിൻ്റെ അഭിഷേകത്തിലായി, അത് ആത്മാഭിലാഷമാണ്. പ്രാർത്ഥിക്കാൻ തോന്നുന്നത്, വചനം വായിക്കാൻ തോന്നുന്നു, സ്നേഹിക്കാൻ തോന്നുന്നു, ക്ഷമിക്കാൻ തോന്നുന്നു, ആത്മാഭിലാഷമാണ്. എന്നാൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉണ്ട്. ആത്മാഭിലാഷം നടത്താതിരിക്കുന്ന ഒന്നുണ്ട്, അത് ജഡാഭിലാഷം. ആമേൻ. അവിടെ പറയുകയാണ്, ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. നിങ്ങൾ അടുത്ത് പറയുകയാണ്, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരല്ല. 19-ാം വാക്യം, ജഡത്തിൻ്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു. എത്രമാത്രം കാര്യങ്ങളാണ്! ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക,
ജാരശങ്ക, പിണക്കം, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വശം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത്. എന്നിട്ട് അതുകൊണ്ട് തീർന്നില്ല, മുതലായവ. ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടെ അതോട് ചേർന്ന് നിൽക്കുന്ന പല കാര്യങ്ങളുമുണ്ട്. ഇതിലെല്ലാം നമ്മൾ രസിക്കുന്നെങ്കിൽ ഓർത്തോണം, ആത്മാവിനെ അനുസരിച്ചല്ല നമ്മൾ നടക്കുന്നത്, നമ്മൾ ജഡത്തെ അനുസരിച്ച് നടക്കുന്നത്. എന്നിട്ട് പറയുകയാണ്, ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കത്തില്ല എന്ന് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു. പൗലോസ് പറയും, ഞാൻ നേരത്തെ പറഞ്ഞു എന്ന് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ ഒന്നുകൂടെ പറയുക, ഇവരാരും ദൈവരാജ്യത്ത് പോകത്തില്ല. ഇവരുടെ അകത്ത് ഇവരാഭിചാരം ചെയ്യുന്നുണ്ട്, ഇവരുടെ അകത്ത് പകയുണ്ട്, ദുഷ്കാമമുണ്ട്, ദുർനടപ്പുണ്ട്, അശുദ്ധിയുണ്ട്, ജാരശങ്കയുണ്ട്, ക്രോധമുണ്ട്, ശാഠ്യമുണ്ട്, ദ്വന്ദ്വശമുണ്ട്, ഭിന്നതയുണ്ട്, അസൂയുണ്ട്, മദ്യപാനമുണ്ട്, വെറിക്കൂത്തുണ്ട്. ഇതുപോലുള്ള കുറേ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ആത്മാവിനെ അല്ല നിങ്ങൾ അനുസരിച്ച് നടക്കുന്നത്, ജഡത്തെ അനുസരിച്ച് നടക്കുക, ജഡ അഭിലാഷത്തിന് വിധേയപ്പെട്ട് നടക്കുകയാണ്. ഇങ്ങനെയുള്ളവരാരും ദൈവരാജ്യം അവകാശമാക്കത്തില്ല. എത്ര ശക്തമായ ഭാഷയിലാണ് തിരുവചനം പറയുന്നത്. എന്നിട്ട് അടുത്ത പറയും, ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവും ഇല്ല. അടുത്ത് പറയുന്നു, ക്രിസ്തു യേശുവിലുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. 25-ാം വാക്യം പറഞ്ഞ് അവസാനിക്കുന്ന ഇങ്ങനെ, ആത്മാവിനാൽ നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക. അതേ പ്രിയരെ, ജഡീകന്മാരായി ജീവിക്കാനല്ല യേശു കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടത്. ആത്മീകന്മാരായി ജീവിപ്പാൻ ദൈവം നമ്മെ വിളിക്കുകയാണ്. ജഡീക ചിന്തകൾ വരാൻ സാധ്യതയുണ്ട്, ജഡമോഹം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ ബൈബിൾ പറയുന്നു, നിങ്ങളുടെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിടണം. ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിക്കണം. ജഡത്തിൻ്റെ പ്രവൃത്തിയുണ്ട്, ജഡ അഭിലാഷമുണ്ട്, ഇതിനെ ക്രൂശിക്കണം. എങ്ങനെ സാധ്യമാണ്? യേശു ക്രിസ്തുവിലുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളിൽ ക്രൂശിക്കും. എങ്ങനെയാണത് സാധ്യമാകുന്നത്? ആത്മാവിനാൽ നാം നടക്കുമ്പോൾ. എങ്ങനെയാണത് സാധ്യമാകുന്നത്? ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ, പരിശുദ്ധാത്മാവിനെ വിധേയപ്പെട്ട് ജീവിക്കുമ്പോൾ, ദൈവവചനപ്രകാരം ജീവിക്കുമ്പോൾ, പരിശുദ്ധാത്മാ അഭിഷേകത്തിനകത്തേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ ജഡമോഹങ്ങളെ ജയിക്കാനൊരു ദൈവശക്തി കർത്താവ് നമ്മിൽ പകരും. അതാ പറയുന്നത്, യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. എത്ര പേർക്ക് താല്പര്യമുണ്ട് ജഡിക ശക്തികൾക്ക് കീഴ്പ്പെട്ട് നിൽക്കാതെ ആത്മാവിനെ അനുസരിച്ച് നടക്കാൻ, ആത്മാവിനെ വിധേയപ്പെട്ട് നടക്കാൻ പരിശുദ്ധ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. പരിശുദ്ധ പിതാവേ, ലോകരാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ദൈവവചന സന്ദേശം ശ്രദ്ധിച്ച സകല വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലോകം, ജഡം, പിശാച് ഞങ്ങളെ വീഴ്ത്തിക്കളയാൻ ശ്രമിക്കുമ്പോൾ അതിൽ ജഡീക ശക്തികളെക്കുറിച്ച് ഇന്ന് ദൈവജനത്തിൽ നിന്ന് കേൾക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചല്ലോ. ജഡത്തിൻ്റെ ചിന്ത, ജഡത്തിൻ്റെ മോഹം, ജഡത്തിൻ്റെ പ്രവൃത്തികൾ, ഇതിൽ നിന്നെല്ലാം അവിടുന്ന് വിടുവിക്കുന്ന ദൈവമാണല്ലോ. ഇതിനെ ക്രൂശിക്കാനുള്ള കൃപ അവിടുത്തെ ജനത്തിന് നൽകിക്കൊടുക്കണേ. ജഡീകന്മാരായി ജീവിക്കാനല്ല, ജഡ അഭിലാഷത്തിന് വിധേയപ്പെട്ട് ജീവിക്കുന്നവരായിട്ടല്ല, ആത്മീയന്മാരായി ആത്മാവിനെ അനുസരിച്ച് നടപ്പാൻ, ആത്മാഭിലാഷമുള്ളവരായി തീരാൻ ജനത്തെ സഹായിക്കണം. ഈ ദൈവജന സന്ദേശം കേട്ട ഒരാൾ പോലും കൈവിടപ്പെട്ടു പോകാൻ അങ്ങ് അനുവദിക്കരുത്. ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവജനത്തിൽ വേരൊന്നും ജീവിപ്പാൻ കൃപ കൊടുക്കണം. യേശുവിൻ നാമത്തിൽ ആമേൻ.